ഹലോ ഗായ്സ്, എല്ലാവർക്കും DDSന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇലങ്കം കോവിലാണ്. ഇലങ്കം കോവിലിൽ നിന്ന് നമ്മൾ 11 ആനകളും നമ്മളെ തൃശ്ശൂർ പൂരത്തിന് ശേഷം എവിടെ ആഘോഷം എന്ന് ചോദിച്ചാൽ നമ്മളെ ഇലങ്കം കോവിലിൽ തന്നെയാണ്. പാറശാല ഞെട്ടുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. ആദ്യം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അതിനു മുമ്പ് നമുക്ക് ചേട്ടൻ്റെ കാല് റിപ്പയറാണ്. അവിടെ പോയതിന് ശേഷം നമുക്ക് പ്ലാസ്റ്ററൊക്കെ അഴിച്ച് അവിടെ കഴിഞ്ഞിട്ട് ഇനി വരാൻ പറ്റും. അവിടെ കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ മിസ്സാകും, കുഴപ്പമില്ല. നമുക്ക് ചേട്ടൻ്റെ കാലല്ലേ മുഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. എല്ലാരും ചാടുക. സബ്സ്ക്രൈബർ ഇടയിൽ വെച്ച സ്പേസ് ഫുള്ളായതുകൊണ്ടാണ് കുറെ ഭാഗങ്ങൾ മിസ്സായി പോയത്. മച്ചാൻ പറഞ്ഞോട് ഭയങ്കര ഇതായിരുന്നു, ഫോണിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഒരു തേങ്ങയില്ല. ടാസ്ക് എന്ന് പറയണത് നെയ്യാറ്റിൻകര വരെ പോകണം, പോയിട്ട് വേണം ഇങ്ങ് വരാൻ. നെയ്യാറ്റിൻകര ഇവിടെ നിന്ന് 13, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 കിലോമീറ്റർ ഉണ്ട്. 13 കിലോമീറ്റർ ഇവിടെ വരണം. ഇലങ്ക നമ്മൾ പോകണ വഴിക്കാണ്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുക്കുകട. ഇവിടെ നിന്ന് നേരെ പോകണം നെടുവാൻവിള. നമ്മൾ ആ ജംഗ്ഷനിലാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ സീനറി എന്നുള്ള മാസമാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മളെ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഇതാണ് നമ്മളെ ഇലങ്കം. ഇവിടെ വെള്ളമൊക്കെ ഇട്ട് റെഡിയാക്കാണ്. ആനയ്ക്കൊക്കെ വന്ന് റെഡിയാകാൻ വേണ്ടി ചൂടൊക്കെ തണുപ്പിച്ച് സെറ്റാക്കി. ഇവിടെയാണ് അരങ്ങേറാൻ പോകുന്നത്. പൊടി സാധനങ്ങളായി അങ്ങനെ ഡോക്ടറിനെ കണ്ട് കാലിൽ പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വണ്ടി തിരിക്കുകയാണ്. നേരെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് നമ്മൾ അങ്ങ് നേരെ അങ്ങ് പരിപാടിക്ക് പോവുകയാണ്. പരിപാടി കൊഴുക്കട്ട ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന് ആശ വീട്ടിൽ കിടന്ന് ഉറക്കമായി. ഇനി അടുത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോവുകയാണ്. പരിപാടി കാണാൻ ഗ്രൗണ്ടിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് സെറ്റായിട്ട് വരാം. ഒട്ടകം സംഭവങ്ങളെല്ലാം ഉണ്ട്. പിടിയില്ല. രണ്ടാമതൊരു സംഭവത്തിനെ കണ്ട് പോത്താണ്. പോത്തൻ ജല്ലിക്കെട്ട് പോത്താണെന്ന് തോന്നുന്നു. പരിപാടി ഇപ്പോൾ തുടങ്ങുന്നു. അങ്ങോട്ട് പോവാം. പ്രഭു പരിപാടിയാണ്. എന്താ നിൽക്കാറ്? കളറടി കളറടിക്കണം. ചുമ്മാ അപ്പ പൊട്ടക്കുളോ? എപ്പോഴാണ് എന്താണ് നടക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓടേണ്ടി വരുമോ ഇല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ അവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു.
പാട്ട് പാടുന്ന ഇത് കമന്ററാണ്. ഏത് വീഡിയോക്ക് നല്ലൊരു കമന്റ് അടിച്ച് 10K ഒക്കെ അടിച്ചിട്ടുണ്ട് പയ്യൻ. ചെറുക്കം സീനാണ്. കാണിച്ചു കൊടുത്തേ കണ്ട് പേടിച്ചു. പിള്ളേര് വളർന്നു ഗൈസ്, പിള്ളേര് വളരുന്നു. അപ്പൊ ഇവന്റെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്നു തെങ്ങിന്റെ മുകളിൽ. ആനയല്ല കാണാൻ വന്ന, ആനയ്ക്കുള്ള അത് കാണാനാണ് വന്നത്. ഇവനെ എന്ത് ചെയ്യാൻ? ഏറ്റവും നല്ല കൊമ്പ് ഏതിന്റെ? ആ വലിയതിന് തന്നെ നല്ല കൊമ്പ്. മുറിച്ച് വെച്ചിരിക്കണേ ഉള്ളൂ. പക്ഷെ നല്ല നീളം. അത് ഒരേപോലെ പക്ഷെ അത് വണ്ണമുള്ളതല്ല, ഒരു ലെവലില്ല. നല്ല വണ്ണം. പക്ഷേ പൊട്ടത്തോടെ പൊട്ടക്കുളമില്ലേ, അത് വയലിന് വേണ്ടി വെച്ചിരിക്കണം. എന്തായാലും ഒരു ചീഞ്ഞ സ്മെല്ല്. അവനെ കടിച്ച് പറിച്ചല്ലാടാ നീ. ചിങ്ങണമണി ഇറങ്ങി പോകുന്ന നീ ഉമ്മല്ലേ വെച്ച് അതങ്ങനെ പോവും. കിസ് ചെയ്തു. എലിഫന്റ് ഷിറ്റ്. ആന ലക്ഷം. ചാറ്റോടി നിങ്ങൾ അടിച്ച് പൈസ കൊടുത്താൽ അടിക്കാം. ചാറ്റോടി അടിയാ ചാറ്റോടിയടാ. നിനക്ക് ഞാൻ ഒരു സാധനം അടിച്ചു തരാം. എടുത്തോണ്ട് അടിക്കുവോ? ഇതടിക്കോ? ഇല്ല സംഭവം സാധനം. ചക്രം ഇത് മതിയാ? അത് തന്നെ ഡീസന്റ്, വേറെ ഒന്നും ഇല്ലടേ. ഒന്നും അടിക്കുന്നില്ലേ? ആ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ അടിക്കുന്നതിന്റെ കീശക്ക് കായ്. ഇതാണ് ഫ്രണ്ട് വിലങ്കം കണ്ട. എന്തൊരു വലിയ പപ്പട. പ്രഭുക്കള് കമോൺ ഞങ്ങൾക്ക് എവിടെയായിരുന്നു? ഇപ്പൊ പറഞ്ഞേ ഇലങ്കത്തമ്മയുടെ നടയിൽ നിന്ന് ചുമ്മാ തള്ളല്ലേ.
ഡോളറാ? ഇവിടെ ഡോളർ കൊടുക്കാൻ പറ്റൂലല്ലോടാ. ഇതെല്ലാം കാണിച്ചാൽ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരും. സ്പീഡിലാണ്. എത്തിച്ചിട്ടതാ സബ്രോക്കി സിന്ദഗി സബ്സ്ക്രൈബർ. ഫാൻ ബോയ്സ്. പിള്ളേരെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്തോഷമില്ല അവർക്കുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ചുമ്മാ കളിയാക്കല്ലേ. 10,000 കണക്കിന് ലൈക്കുകളാണ് ഒരു കമന്റിന് പറഞ്ഞത്. ആ കമന്റ് ഒക്കെ ഉണ്ട്. കാണിച്ചോടാ. അത് ഫോണറാ കാണിച്ചോട്. ഇപ്പൊ തന്നെ കാണിച്ചോ. പ്രൂഫോടെ നമ്മള് തെളിവ് സഹിതം നമ്മൾ കാണിക്കുന്നതായിരിക്കും. 13K നമ്മള് വീഡിയോ എടുത്ത് ലൈക്ക് കിട്ടുന്നത് വേറെ, കമന്റ് ഇട്ടിട്ട് അതിൽ ലൈക്ക് കിട്ടുന്നത് വേറെ. അത് വേറെ ലെവലാണ്. ഗായ്സ് ഇത് കണ്ടോ? വീഡിയോ ഉണ്ടോ ഗൈസ്? ഈ പെണ്ണുമ്പള്ള വീഡിയോക്ക് ലൈക്ക് ഇട്ടാണ്, കമന്റ് ഇട്ടാണ് എന്റെ ചെറുക്കൻ. എന്നിട്ട് നമ്മളെ നിവാസിയായ ഇതന്നെ 13,000 ലൈക്ക്. ഇവിടെ റോഡെല്ലാം കൊലഞ്ഞു കിടക്കുകയാണ്. പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് വലിയ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റാത്ത റോഡുകളാണിത്. ഇവിടെ നിന്ന് ഇവർക്കൊന്നും തുള്ളാൻ പറ്റൂല. പൊടി വന്ന് അത് ലൈറ്റ് കത്തിന് റിഫ്ലക്റ്റ് അടിക്കണേടാ. അയ്യോ ഇവിടെ ബ്ലോക്ക് ആണല്ലോ. ശരിയാണല്ലോ. ആ ഇല്ല ഫ്രണ്ട് കാണും. ഇവിടെ ഉണ്ട്. അയ്യോ പയ്യന്മാരെല്ലാം ചെണ്ട മേളം തമ്പോല. അവരെല്ലാം കഷ്ടപ്പെട്ട് ജോലിയാണ്. മാമല്ലോ പറ. ഇവിടെ റോസ് ബാൻഡ്. അയ്യോ ചെറുക്കന്മാരെല്ലാം ഫുള്ളോണ്. അയ്യോ വെള്ളം കൂടി.
പറഞ്ഞു, അടുത്ത ആര് പറഞ്ഞു? എപ്പോഴും വണ്ടി വണ്ടി പരിപാടി എങ്ങനെയാണ്? കൊള്ളാമോ? ഇല്ല അല്ല, ഇതിന്റെ ഫ്രണ്ടില് തണ്ണിമത്തൻ കൊടുക്കണമെന്ന് നമ്മളെല്ലാം അങ്ങോട്ട് പോകണം. തണ്ണിമത്തന് വേണ്ടി അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഓൺ ഫുൾ പവർ. தண்ணி ஆஃபர்
കെട്ടല്ലേ എല്ലും കെട്ടാണോ അപ്പോ അതിനെക്കാട്ടും അപ്പുറമാണ്. അതിന്റെ വല്ല ചവിട്ട് വല്ല കിട്ടിയിരുന്നെങ്കിൽ ചവിട്ടിട്ട് പട്ട് കളയല്ലേ. അടുത്ത ടേസ്റ്റ് നമ്മളിതെല്ലാം ടേസ്റ്റ് കുടിക്കണം. ഇതിന് ഒന്നും പറ്റൂല. രണ്ട് അവന് ഭാര്യ ആയാലും വണ്ടി ആയാലും എല്ലാം രണ്ട്. തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നു. ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയുടെ ഇരുവശവും കൊടിതോരണങ്ങൾ കിട്ടിയും തട്ടപൂജകൾ നൽകിയും ദേവിയെ സ്വീകരിക്കണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ പാറശാല മുതിയങ്കര ക്ഷേത്രത്തിൽ ശ്രീ ഭുവനേശ്വരി അമ്മയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും രണ്ട് തിടമ്പുകളേറ്റിക്കൊണ്ട് ആനകളും വിളക്കുകെട്ടുകൾ, ഫ്ലോട്ടുകൾ, ശിങ്കാരിമേളം, നാസിക് ഡോം, കുതിരകൾ, പഞ്ചവ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പാറശാല ജംഗ്ഷൻ, ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി പാറശാല മേജർ ശ്രീ മഹാദേവ ക്ഷേത്രസന്നിധിയിലെത്തി ക്ഷേത്രസന്നിധി വലം വെച്ച് ആശുപത്രി ജംഗ്ഷൻ, പാറശാല നെടുവാൻവിടയിലെത്തി തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നു. ഘോഷയാത്ര കടന്നു വരുന്ന വീതിയുടെ ഇരുവശവും എവിടെ മേളിൽ കയറണോടെ മേളിൽ ഫുള്ള് ബ്ലോക്കാണ്. ശ്രീ ഭുവനേശ്വരി അമ്മയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും രണ്ട് തിടമ്പുകളേറ്റിക്കൊണ്ട് ആനകളും വിളക്കുകെട്ടുകൾ, ഫ്ലൂട്ടുകൾ. സാൻഡ് കഫേ ഇതാണ്. ഇത് സാൻഡ് കഫേ അല്ല, ഇവിടെ അല്ല. ഇതായിരുന്നു സാൻഡ് കഫേ. നിങ്ങളെ പ്രൊമോഷനിൽ സംഭവം ബാങ്ക് ടൗൺ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പാറശാല. നൂത്ത് പിടിച്ചത് പോസ്റ്റ് ഓഫീസ് അവിടെയാണ്. അങ്ങനെ നിറയെ പിള്ളേരുണ്ട് കേട്ടോ. ജംഗ്ഷനിൽ പിള്ളേരിക്കും. സർവത്ത് പിടിച്ചിട്ട് പിള്ളേരാ പോലെ ഇരിക്കുന്നു. പൈസ ഫ്രീ ആയിട്ട് തരണേന് നിനക്ക് ഇനി കണക്കും പറയാനോടാ. പാടാ ഇലക്കം ശ്രീ പുതിയ പയ്യന്മാരെ കാണിച്ചതാ. പുതിയ പയ്യന്മാരെ എന്തിനാ ഇവിടെ നടക്കുന്നത്? എന്തിനാ ഇവിടെ കല്യാണോ? കണ്ണാടി വാങ്ങിക്കണം. കണ്ണാടി കളിയില്ല. കണ്ണാടി വാങ്ങിച്ച് വയർ 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 ഇതെന്തിനാ അതിന്റെ പാട്ടല്ലേ? നല്ല പാട്ട് വണ്ടി ഫ്രണ്ടിൽ നിന്ന് പോകണം. കുറെ ഫുള്ള് ബോക്സ് ഇത് വന്ന് കെട്ടിയിരുന്ന കെടിലായിരുന്നു. അതിന് ഫുള്ള്
നല്ലൊരു പാട്ടിയുടെ കണ്ണേ അണ്ണന്റെ തുള്ളല് കാണട്ടെ മാമനായാലും കല്യാണം കഴിഞ്ഞിട്ടില്ല നീയാണോ എന്റെ അണ്ണനാ വിച്ചു അണ്ണൻ ഉത്സവം കാണാൻ വന്നിരിക്കാണ് ഗായ്സ്. എന്റെ അണ്ണൻ കിഴക്കത്തിലെ ഉത്സവം കാണും ഗായ്സ്. വിജേഷ് എങ്ങനെയാണ് ഉത്സവം? എങ്ങനെയുണ്ട്? പൊളിയാണോ? സീനാണോ? സീന് 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 ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി പോയി അതിലാണ് ഫുള്ള് സൗണ്ട് പക്ഷെ ലൈറ്റ് മാത്രമല്ല പക്ഷെ അതിന് വേറെ വേറെ ഫ്ലോട്ടാണ് പോണത് അതിൽ കളിക്കാൻ പറ്റില്ല ഒന്ന് ഓണാണ് ഡിയോ 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 പിള്ളേരെയൊക്കെ തൂക്കിയെടുത്ത് കളി തന്നെ വീഡിയോ ലൈവ് പേടിക്കട്ടാണ് ഗായ്സ്. എന്താ വെച്ചാൽ പടക്കണ് പടക്ക് കണക്ക് പൊട്ടണ് ഗായ്സ്. ആടണം കൊണ്ടാടണം ആഘോഷിക്കണം കളി 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 പയ്യന്മാരെല്ലാം ഓടാണ് ഗൈസ് ഓട 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 നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇനി പൊളിക്കാൻ പോകുന്നത് ചെറുക്കന്മാരെല്ലാം പോകണം എന്തോന്ന് തീർത്തോ തീർത്തോ ഗൈസ് വലിയ ടാസ്ക് ആണ് ഗൈസ് മതില് തണ്ണി വെത്തേ അവരൊക്കെ അങ്ങ് പോയി എവിടെ നമ്മളാ ഓ ഇതിന്റെ കൂടെ അങ്ങ് പോകും